ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ക്രാഫ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പിക്ചറെന്ന് പറയാം, അല്ലെന്നും പറയാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ടിഷ്യൂ ഇല്ല, ടിഷ്യൂ വെച്ചാണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ടിഷ്യൂ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പേപ്പറിലാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നന്നായി പീസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കാം. നന്നായി നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് തന്നെ പീസ് വെക്കാം. എന്നാലേ നമുക്ക് ആ രീതിയിൽ കിട്ടുള്ളൂ. ടിഷ്യൂൻ്റെ ആ രീതി നമുക്ക് കിട്ടില്ലെങ്കിലും നമുക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എത്ര ചെയ്തിട്ടും എനിക്ക് തേയൊന്നും തോന്നുന്നേ ഇല്ല. എൻ്റെ മനസ്സ് വരുന്ന വീണ്ടും ഉണ്ടാക്കി തേയില്ല. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു വലിയൊരു റെട്ടിൽ ചെയ്യാമെന്ന്. പക്ഷേ എനിക്കതിനുള്ള കഴിവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കവറിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. വീണ്ടും ഞാൻ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും കുറേ എടുത്തു. പിന്നെ ഇത് നമുക്ക് ചെയ്യാൻ കുറേ കഷ്ടമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി. പേപ്പർ ആയതുകൊണ്ട് വേസ്റ്റ് പേപ്പറാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഉണ്ടാക്കി. എനിക്ക് തീരുന്ന പോലെയില്ല, കാരണം നമ്മൾ പിക്ചറല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തു. അവസാനം എൻ്റെ മനസ്സ് പറഞ്ഞു മെതിയെന്ന്. അങ്ങനെ ഞാൻ നിർത്തി. എന്നിട്ട് ഞാൻ ഒരു കാർഡ് ആണ് എടുത്തത്. കാർഡ് എടുക്കാൻ ഇത്തിരി കാർഡാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാനില്ല, കാരണം ഞാൻ മിന്നി വശമുള്ള രീതിയിലാണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തില്ല, അത് മിക്സ് ചെയ്യാണ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തു, എനിക്ക് അത്യാവശ്യം അത്ര എടുത്തു. എന്നിട്ട് അതിലേക്ക് കളറാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം കളറാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ വൈറ്റ് കളറാണ് എടുക്കുന്നത്, കാരണം ആകാശത്തിനൊരു വൈറ്റാണല്ലോ. വൈറ്റ് എടുത്തു. ഇത് തീർന്നിരിക്കുന്നു ഗൈസ്, ഒട്ടുമില്ല. ഇതവിടെ തന്നെ പോയിട്ടുണ്ട്, ഇത് തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പശയാണ് എടുക്കുന്നത് ഗൈസ്. പശയെന്ന് വെച്ചാൽ ഗമ്മാണ് എടുക്കാൻ പോകുന്നത്. ഫെവിക്കോൾ ഗമ്മാണ്. പിന്നെ അതിലേക്ക് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം ഗൈസ്. കളറും എല്ലാം മിക്സായി നല്ല കളർ വേണ്ടേ. ഇനി നമുക്ക് നല്ല മിക്സ് ചെയ്യണം. ഞാൻ ഒരുപാട് മിക്സ് ചെയ്തു ഗൈസ്, കാരണം നമുക്ക് അവിടെ പറ്റി പിടിക്കണമെങ്കിൽ പശയുടെ ആവശ്യമുണ്ട്. പിന്നെ ഞാനതിലേക്ക് അടിച്ചെടുക്കാമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ഹാർഡ് വർക്ക് ഉണ്ടവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്കൊട്ടും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഹാർഡ് വർക്ക് ഇല്ല കേട്ടോ എനിക്ക്. ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ശരിയാക്കാൻ. എന്നിട്ട് അടുത്തത് എനിക്ക് വേണ്ടത് ബ്ലൂ ആണല്ലോ. ബ്ലൂ കളർ എടുത്തു. എന്നിട്ട് അത് തേങ്ങില്ലാന്ന് വെച്ച് വീണ്ടും ഞാൻ ബ്ലൂ ഇട്ടു. എൻ്റെ അതിൽ കുറച്ച് പശ ഇട്ടു, ഗമ്മിട്ടു. ഫെവിക്കോളാണ് ഞാനിപ്പോൾ ഗമ്മിട്ടത്. എവിടെ പറ്റണമെങ്കിൽ നമുക്ക് ഫെവിക്കോൾ തന്നെ വേണം. വീണ്ടും ഞാൻ എടുത്തോട്ടോ, കാരണം നമുക്ക് ഒരു മേഘത്തിൻ്റെ ആ ഒരു ഫീൽ കിട്ടണ്ടേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എന്നിട്ട് ആ ഒരു നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ചോടിക്കും. അപ്പോൾ ഇത് ചെയ്യാനും ഒരുപാട് കഷ്ടമൊന്നുമില്ല. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്നേ, നല്ല ഭംഗിയായി കാണും. വീണ്ടും ഞാൻ വൈറ്റൊക്കെ നല്ല ഇത്തിരി ക്യൂട്ടാകാൻ വേണ്ടി അവിടേക്ക് വെച്ചു. പിന്നെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ സൈഡൊക്കെ ബ്ലൂവും വെച്ചു. എന്നിട്ട് ഗൈസ് ഇത്ര തന്നെയാണ് ഗൈസ്, ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവരും കണ്ടോളി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാനിപ്പോൾ താഴ്ന്ന വരിയിലാണ്, എനിക്ക് മുകളിലോട്ട് എത്താൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സബ്സ്ക്രൈബും ലൈക്കും അമർത്തിയാൽ പോരെ, നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നത്. പ്ലീസ് ഗൈസ്, എനിക്കതൊന്നും തരണേ. ഞാനൊന്ന് പാറിക്കൂട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം. നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ ഒന്ന് സഹായിക്കൂ ഗൈസ്. അപ്പോൾ ഇത്രയാണ് ഗൈസ്, ഫൈനൽ ലുക്ക് ഇതാണ്. ഉണങ്ങിയൊക്കെ പിടിച്ചിട്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ എല്ലാവർക്കും ബൈ. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ടാറ്റ, ബൈ, സീ യു.